ലോകം ഒരു നന്മയുടെ സ്വരമായി നാദം മോദം നദനായി പാടിടാം. ആവേശത്തിരയത് ഉയരുകയും ആത്മാവിനലയടിയാൻ ഇമ്പമൃദു തന്ത്രികളുണരുമ്പോൾ സംഗീത സാന്ദ്രമയം ഗാനാലാപനങ്ങളാൽ സ്തുതിഗീതികൾ പാടിടാം. വാദ്യമേളഘോഷങ്ങളാൽ സകലേശനെ വാഴ്ത്തിടാം. വായോ പോകാം പാടാം മേളം, വായോ പോകാം പാടാം മേളം, നന്മയുടെ സമ്മാനം നന്മയുടെ സ്വരമായി ഉയരുക നാം, തിന്മയുടെ കളയതു കളയുക നാം. സപ്തസ്വരമാം ഗാനമൊഴിയാൻ ആത്മനിറവാൻ താളമികവാൻ യേശുവിൻ മൊഴികൾ മികവാൻ പകരാപരമാൻ നന്മയുടെ സംഗീതം. Voice of Goodness Season 3. Voice of Goodness Season 3. വായോ പോകാം പാടാം മേളം, വായോ പോകാം പാടാം മേളം, നന്മയുടെ സമ്മാനം Season 3. നമസ്കാരം. ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ ഈ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സീസൺ 3യിലേക്ക് ഹാർദവമായ സ്വാഗതം. Voice of Goodness Season 3. നമ്മൾ എത്രയോ മ്യൂസിക് റിയാലിറ്റി ഷോസ് നമ്മുടെ ഈ ചാനലിൽ കൂടെ തന്നെ കണ്ടിട്ടുണ്ടല്ലേ. പക്ഷേ നിങ്ങൾക്കറിയാം, അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ നമ്മളെയൊക്കെ കോരിത്തരിപ്പിക്കുന്ന, നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന, നമ്മളെ കാണാനായിട്ട് കാതോർത്ത് നമ്മളിങ്ങനെ ഇരിക്കും. അത്ര അധികം നമുക്കൊരു വല്ലാത്തൊരു സുഖം നൽകുന്ന നല്ല കുരുന്നു കുട്ടികളുടെ ഒരു പ്രോഗ്രാമാണ് നമ്മുടെ വോയിസ് ഓഫ് ഗുഡ്നസ് എന്നുള്ളത്. ലോകത്ത് പല ഭാഗത്തു നിന്നുമുള്ള നമ്മുടെ കുരുന്നു കുട്ടികൾ, 16 വയസ്സിൽ താഴെ പ്രായമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് നമ്മുടെ ഈ ഒരു വോയിസ് ഓഫ് ഗുഡ്നസിന്റെ സീസൺ 3യിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. പല പല സ്ഥലത്തു നിന്നുമുള്ള കുട്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ കുരുന്നു കുട്ടികളെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. ഇന്നത്തെ ഈ ഒരു സീസൺ 3യുടെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാരെ നമ്മുടെ സീസൺ 3യുടെ ഈ ഒരു എപ്പിസോഡിലേക്ക് നമുക്ക് ആദ്യം വെൽക്കം ചെയ്യാം. ആദ്യം ഒരുപാട് ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും റെവറൻഡ് ഡോക്ടർ വർഗീസ് പാറപ്പുറം VC, സുപ്പീരിയർ ഡിവൈൻ റിട്രീറ്റ് സെന്റർ, വർഗീസ് അച്ഛനെ ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. അച്ഛാ വരൂ. റെവറൻഡ് ഡോക്ടർ അഗസ്റ്റിൻ വെള്ളൂരാൻ VC, ഡയറക്ടർ ഡിവൈൻ റിട്രീറ്റ് സെന്റർ ഇംഗ്ലീഷ് ക്യാമ്പസ്, നമ്മുടെ അഗസ്റ്റിൻ അച്ഛനെ ഒരുപാട് ബഹുമാനത്തോടെ ഞങ്ങൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റെവറൻഡ് ഡോക്ടർ ഫിലിപ്പ് നെടുംതുരുത്തി VC, അഡ്മിനിസ്ട്രേറ്റർ ഡിവൈൻ റിട്രീറ്റ് സെന്റർ, ഫിലിപ്പ് അച്ഛനെയും നമുക്ക് സ്വാഗതം ചെയ്യാം ഈ മനോഹര വേദിയിലേക്ക്. റെവറൻഡ് ഡോക്ടർ അലക്സ് ചാലങ്ങാടി VC, വളരെ സ്നേഹത്തോടെ നമുക്ക് അലക്സ് അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. അലക്സ് അച്ഛ വരൂ. വോയിസ് ഓഫ് ഗുഡ്നസിന്റെ സീസൺ 3യിലെ ജഡ്ജസ് ആരൊക്കെയായിരിക്കും? ഇതായിരിക്കും തീർച്ചയായിട്ടും പ്രേക്ഷകർ എല്ലാവരുടെയും മനസ്സിൽ പോകുന്ന ചോദ്യം അല്ലേ. നമുക്ക് ഒരുപാട് അഭിമാനിക്കാവുന്ന ജഡ്ജസ് ആണ് ഈ വോയിസ് ഓഫ് ഗുഡ്നസിന്റെ സീസൺ 3യിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഞാൻ ഇനി അവരെ നിങ്ങൾക്കായി പരിചയപ്പെടുത്താം. ആദ്യം ഇന്റർനാഷണലി റിനൗണ്ട് ആയിട്ടുള്ള വയലിനിസ്റ്റും മ്യൂസിക് കമ്പോസറും, ഇദ്ദേഹത്തിന് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ ജഡ്ജായി കിട്ടുക, നമ്മുടെ കുട്ടികൾക്ക് അവരുടെ തെറ്റുകളൊക്കെ തിരുത്തി കൊടുക്കാനായിട്ട് ഇദ്ദേഹത്തെ ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അദ്ദേഹവും വളരെ തിരക്കുള്ള, ഇന്നൊരു കൺട്രിയിലാണെങ്കിൽ നാളെ വേറൊരു കൺട്രിയിൽ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കേറിയ ശ്രീ മനോജ് ജോർജ്. ശ്രീ മനോജ് ജോർജ് 2015, 2022, 2023 വർഷങ്ങളിൽ സംഗീതത്തിന്റെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ഗ്രാമി അവാർഡ് ജേതാവ്. 2019 ഫ്രാൻസിസ് പാപ്പായുടെ പിറന്നാളിനായി ബേണിംഗ് ലവ് എന്ന കൃതിയൊരുക്കി. UN, മിസ് വേൾഡ്, വേൾഡ് മിലിറ്ററി ഗെയിംസ് തുടങ്ങി അന്താരാഷ്ട്ര വേദികളിൽ സംഗീതം പകർന്നു.
യുവപ്രതിഭകളുടെ ഉന്നമനത്തിനായി ബാംഗ്ലൂരിൽ മനോജ് ജോർജ് സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന സ്ഥാപനം നടത്തുന്നു. ഒപ്പം യമഹ വയലിൻസ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായും സേവനമനുഷ്ഠിക്കുന്നു. കേരളത്തിന്റെ പ്രിയങ്കരനായ, ഇന്ത്യയുടെ അഭിമാനമായ സംഗീതത്തിലൂടെ ലോകം കാണുന്ന ഈ അതുല്യ പ്രതിഭയെ ശ്രീ മനോജ് ജോർജിനെ ഗുഡ്നസ് ടിവിയുടെ വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യിലേക്ക് ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഗുഡ്നസ് ടിവിയുടെ പല പരിപാടികളിലും ഈ അച്ഛന്റെ സാന്നിധ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ പ്രിയങ്കരനായ പോൾ പൂവത്തിങ്കൽ അച്ഛൻ. ഫാദർ പോൾ പൂവത്തിങ്കൽ ഒരുപക്ഷെ പാടും പാതിരി എന്ന പേരിലായിരിക്കും മലയാളികൾക്ക് ഈ വൈദികനെ കൂടുതൽ പരിചയം. കർണാട്ടിക് സംഗീതത്തിൽ ഡോക്ടറേറ്റ് നേടിയപ്പോൾ ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെട്ടത് കർണാട്ടിക് സംഗീതത്തിൽ ഡോക്ടറേറ്റ് നേടുന്ന ആദ്യ വൈദികൻ എന്ന അപൂർവ വിശേഷണം കൂടിയായിരുന്നു. ഒപ്പം ഗുരുസ്ഥാനത്ത് ആരും കൊതിക്കുന്ന ഗാനഗന്ധർവൻ യേശുദാസും. APJ അബ്ദുൽ കലാമും MS സുബലക്ഷ്മിയും അടങ്ങുന്ന വിവിധ വേദികളിൽ സംഗീതം കൊണ്ട് മായാജാലം തീർത്ത ഈ പുരോഹിതൻ ഇന്ന് തൃശൂർ ചേതന സംഗീത് നാട്യ അക്കാദമിയുടെ ഡയറക്ടറും അനേകം ഗാനങ്ങളുടെ രചയിതാവും സംഗീത സംവിധായകനും കൂടിയാണ്. ഈ പാടും പാതിരിക്ക് വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ ഈ വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിരവധി സിനിമാ ഗാനങ്ങളും അതിലേറെ ക്രിസ്തീയ ഭക്തി ഗാനങ്ങളും ആലപിച്ചിരിക്കുന്ന സിസിലി എബ്രഹാം 2006 പുറത്തിറങ്ങിയ ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിലെ കാറ്റാടി തണലും എന്ന ഗാനം അറിയാത്ത മലയാളി പ്രേക്ഷകരില്ല. സിസിലിയുടെ ശബ്ദത്തിലൂടെ പുറത്തിറങ്ങിയ ഈ ഹിറ്റ് ഗാനം പ്രേക്ഷക മനസ്സുകളിൽ തരംഗമായി മാറി. ഇന്ത്യയിലെ പ്രമുഖ സംഗീത കമ്പനികൾക്കും നിർമ്മാതാക്കൾക്കും വേണ്ടി 1000-ലേറെ ഭക്തിഗാനങ്ങൾ സിസിലി പാടിയിട്ടുണ്ട്. കേസറ്റ് കാലം മുതൽ ആരംഭിച്ച ഈ യാത്ര CD-കളിലും ഇന്ന് യൂട്യൂബിലും തുടരുന്നു. 2015 സിനിമാ പിന്നണി ഗാനരംഗത്ത് നിന്ന് മാറി കർത്താവിനായി മാത്രം പാടാനുള്ള ദൈവിക തീരുമാനമാണ് ഇന്നത്തെ സിസിലിയുടെ സംഗീത മിഷൻ. നിരവധി പുരസ്കാരങ്ങൾ നേടി സംഗീതത്തിൽ വിജയങ്ങൾ കൈവരിച്ചെങ്കിലും ആത്മാക്കളെ യേശുവിലേക്ക് നയിക്കുന്നതാണ് ഏറ്റവും വലിയ പുരസ്കാരവും സന്തോഷവുമെന്നാണ് ദൈവത്തിന്റെ കരസ്പർശമറിഞ്ഞ സിസിലിയുടെ വിശ്വാസം. ഈ അതുല്യ പ്രതിഭയ്ക്ക് വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ ഈ വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരു 2 വാക്ക് സംസാരിക്കാമോ? ഇന്നത്തെ ഈ പ്രോഗ്രാം നമ്മെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു പ്രോഗ്രാമാണ്. പ്രത്യേകിച്ച് ഈ കുഞ്ഞുമക്കള് ഈ പ്രോഗ്രാമിൽ സംബന്ധിച്ച് അവരുടെ സംഗീത സിദ്ധി അവതരിപ്പിക്കാനായിട്ട് വന്നിരിക്കുന്ന ഒരു വലിയ കാര്യമാണ്. എല്ലാവർക്കും നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛാ. ഫിലിപ്പച്ച 2 വാക്ക് സംസാരിക്കാമോ പ്ലീസ്? വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3ക്ക് ഇന്ന് ഇവിടെ തിരശ്ശീല ഉയരുമ്പോൾ ഇതിൽ പങ്കെടുക്കാനായിട്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വന്നിരിക്കുന്ന മത്സരാർത്ഥികളുണ്ട്. അവരെ ഇവിടെ കൊണ്ടുവന്ന അവരുടെ മാതാപിതാക്കളുണ്ട്. അവരെ എല്ലാവരെയും ഞാൻ ഏറ്റവും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക്, ഈ മത്സരത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഒരു സമയം ആശംസിക്കുകയാണ്. നിങ്ങളുടെ കഴിവുകളെ പരമാവധി പുറത്തെടുക്കുന്നതിനും മത്സരത്തിൽ സമ്മാനം നേടുന്നതിനുമുള്ള എല്ലാ അനുഗ്രഹവും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതിൽ പങ്കെടുക്കുന്നവർക്കും ഇതിൽ ജഡ്ജ് ചെയ്യുന്ന ജഡ്ജസിനും എല്ലാവർക്കും സന്തോഷകരമായ വിജയകരമായ ഒരു സമയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു അച്ഛാ. അലക്സ് അച്ഛാ, നമ്മുടെ കുട്ടികളുടെ അടുത്ത് അച്ഛൻ എന്ത് മെസ്സേജാണ് പറയാനുള്ളത്? വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3 ഇന്ന് ഇവിടെ ആരംഭിക്കുമ്പോൾ ഈ പ്രോഗ്രാമിനായി കടന്നു വന്നിരിക്കുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുകയാണ്. ഒരുപാട് സിദ്ധികളുള്ള നമ്മുടെ കുഞ്ഞുമക്കളുടെ കഴിവുകൾ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക, ആ കഴിവുകൾ വീണ്ടും വർദ്ധിപ്പിക്കുക. അങ്ങനെ നാളത്തെ തലമുറയിൽ ദൈവജനത്തിന് ദൈവത്തിൻ്റെ സ്തുതിഗീതങ്ങൾ ആലപിക്കുന്ന മഹാന്മാരും മഹതികളുമായി ഇവരോരോരുത്തരും മാറട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാർത്ഥന.
ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും അവരുടെ മാതാപിതാക്കൾക്കും എല്ലാ പ്രേക്ഷകർക്കും എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നു. താങ്ക് യു അലക്സ് അച്ഛാ. അഗസ്റ്റിൻ അച്ഛാ, അച്ഛൻ ആദ്യം നമ്മുടെ കുട്ടികൾക്ക് വേണ്ട ഒരു മെസ്സേജ് നൽകണം. അതോടൊപ്പം തന്നെ ഒരു റിക്വസ്റ്റും കൂടെ ഉണ്ട്. നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ഈ വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3 നമ്മുടെ ഈ ഷോ തന്നെ അഗസ്റ്റിൻ അച്ഛൻ ഇപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അച്ഛാ, ആദ്യം നമുക്ക് മെസ്സേജിലേക്ക് പോവാം. സ്നേഹമുള്ള കൂട്ടുകാരെ, നിങ്ങളെ കാണുമ്പോൾ മാലാഖമാരെയാണ് മനസ്സിൽ ഓർക്കുക. മാലാഖമാരുടെ നിഷ്കളങ്കതയും പരിശുദ്ധിയും നിങ്ങളുടെ മുഖത്ത് ഇപ്പോൾ കാണാനുണ്ട്. സംഗീതം ദൈവം നൽകുന്ന ഒരു സിദ്ധിയാണ്. എല്ലാവർക്കും ആ സിദ്ധി കിട്ടുന്നില്ല. ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തവർക്ക് ആ സിദ്ധി കൊടുക്കുന്നു. നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട കലയാണ് സംഗീതം. സംഗീതത്തിൽ നമ്മുടെ മനസ്സും ഹൃദയവും ആഹ്ലാദിക്കുന്നു. വിശുദ്ധര് പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിൻ്റെ നിത്യമായ ആനന്ദം മാലാഖമാരുടെ സംഗീതമാണ് എന്ന്. മാലാഖമാരുടെ ഈ സംഗീതം ഇവിടെ ഈ മണ്ണിൽ നാം ആസ്വദിക്കുന്നത് നമ്മുടെ കുരുന്നുകളുടെ സംഗീതത്തിലൂടെയാണ്. നിങ്ങൾക്ക് എല്ലാ വിജയങ്ങളും ഞാൻ ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ തിരുമുമ്പിൽ അവിടുത്തെ പാടി സ്തുതിക്കുവാനുള്ള വലിയ കൃപയും അനുഗ്രഹവും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. വോയിസ് ഓഫ് ഗുഡ്നസ് ജൂനിയർ സീസൺ 3 വലിയ സന്തോഷത്തോടെ ഞാൻ ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. Voice of Goodness, Season 3.
ലോകമെമ്പാടുമുള്ള 16 വയസ്സിൽ താഴെ പ്രായമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് നമ്മുടെ ഈ ഒരു വോയിസ് ഓഫ് ഗുഡ്നസിൽ മത്സരിക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. ഏകദേശം 37ഓളം കുട്ടികളാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ എത്തുന്നത്. ഇതിൽ ആദ്യത്തെ റൗണ്ട് നമ്മൾ ഇവിടെ ആരംഭിക്കുകയാണ്. ആദ്യത്തെ റൗണ്ടിൽ നമ്മുടെ പ്രിയങ്കരായ കുട്ടികൾക്ക് എല്ലാവർക്കും നമ്മൾ 3 ചോയ്സ് കൊടുത്തിട്ടുണ്ട്. 3 കാറ്റഗറി ഓഫ് ഗാനങ്ങളിൽ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കാറ്റഗറിയിലെ ഗാനം അവർക്ക് സെലക്ട് ചെയ്യാം. അതാണ് അവരുടെ ഫസ്റ്റ് പെർഫോമൻസ് ആയിട്ട് നമ്മുടെ ഈ വേദിയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അവർ പാടാൻ പോകുന്നത്. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ ഇന്നത്തെ ആദ്യത്തെ എപ്പിസോഡിലെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് നമ്മുടെ പ്രിയങ്കരനായ അലക്സ് അച്ഛനാണ്. അലക്സ് അച്ഛ, നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ നമ്മുടെ ബഹുമാനരായ ജഡ്ജസിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇന്റർനാഷണലി റിനൗണ്ട് ആയിട്ടുള്ള വയലിനിസ്റ്റും മ്യൂസിക് കമ്പോസറുമായ ശ്രീ മനോജ് ജോർജ്. മനോജ് ഏട്ടാ, നമ്മുടെ വോയിസ് ഓഫ് ഗുഡ്നസിലേക്ക് സ്വാഗതം. കർണാടക സംഗീതത്തിൽ ഡോക്ടറേറ്റ് നേടിയ, ചരിത്രം സൃഷ്ടിച്ച ആദ്യ വൈദികൻ നമ്മുടെ സ്വന്തം പോളച്ചൻ ഫാദർ പോൾ പൂവത്തിങ്കൽ. അച്ഛാ, സ്വാഗതം. നിരവധി സിനിമാ ഗാനങ്ങളും അതിലേറെ ഒരുപാട് ക്രിസ്തീയ ദേവാലയ ഗാനങ്ങൾ പാടാൻ ഭാഗ്യം ലഭിച്ച, പാടിക്കൊണ്ടേയിരിക്കുന്ന വളരെ സ്വീറ്റ് ആയിട്ടുള്ള സൗണ്ടിന്റെ ഉടമ സിസിലി. സിസിലി, സ്വാഗതം. ഇനി നമ്മുടെ വേദിയിൽ മത്സരിക്കാൻ എത്തുന്ന നമ്മുടെ കണ്ടസ്റ്റന്റ്സിന് വേണ്ട സപ്പോർട്ടുകൾ എല്ലാം നൽകുന്ന, അവരെ ഇത്ര നല്ല കോൺഫിഡൻസോട് കൂടി അവർക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ഓർക്കസ്ട്രയുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. നമ്മുടെ ഗുഡ്നസ് ബാൻഡിനെ നമുക്ക് വെൽക്കം ചെയ്യാം വോയിസ് ഓഫ് ഗുഡ്നസിലേക്ക്. അങ്ങനെ നമ്മുടെ പ്രോഗ്രാമിന്റെ എല്ലാ വിശദീകരണങ്ങളും ഞാൻ മാന്യ പ്രേക്ഷകർക്ക് നൽകി കഴിഞ്ഞു. ഇനി പറയാനുള്ളത്, നിങ്ങൾക്ക് മനസ്സിലുണ്ടാവുന്ന ഒരേ ഒരു ചോദ്യം കൂടിയുണ്ട്. ഇതിൽ മത്സരിക്കുന്ന വിജയികൾക്ക് എന്ത് സമ്മാനമായിരിക്കും ഗുഡ്നസ് ടിവി നൽകുക എന്നുള്ളത്, അല്ലെ? തീർച്ചയായിട്ടും ഇതും ഒരു മത്സരവേദി തന്നെയാണ്. 37ഓളം കുട്ടികളാണ് ഈ ഒരു മത്സരവേദിയിൽ മത്സരിക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതിൽ നിന്നും ഏറ്റവും മികച്ചതായിട്ട് വരുന്ന ആദ്യ 5 കുട്ടികൾക്കാണ് ഗുഡ്നസ് ടിവി സമ്മാനം നൽകാൻ പോകുന്നത്. 5ാം സമ്മാനത്തിന് ഗുഡ്നസ് ടിവി നൽകുന്നത് 10,000 റുപ്പീസും മെമന്റോയുമാണ്. അതേപോലെ 4th പ്രൈസ് വരുമ്പോൾ 25,000, 3rd പ്രൈസിന് ലഭിക്കുന്നത് 50,000 റുപ്പീസും മെമന്റോയുമാണ്. 2nd പ്രൈസിന് 1 ലക്ഷം റുപ്പീസും മെമന്റോയുമാണ് ലഭിക്കുക. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ വിന്നറിന് ലഭിക്കുന്നത് 2 ലക്ഷം രൂപയും മെമന്റോയുമാണ്. നമുക്ക് വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ പ്രോഗ്രാമിന്റെ ആദ്യ കണ്ടസ്റ്റന്റിനെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. ഏത് കുട്ടിക്കാണ് ആ ഭാഗ്യം ലഭിച്ചിട്ടുണ്ടാവുക? നമ്മുടെ ഈ മനോഹരമായ വേദിയും ഓർക്കസ്ട്രയും ജഡ്ജസും എല്ലാവരും ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മൾ എല്ലാവരും കാതോർത്ത് കേൾക്കാൻ പോകുന്ന ആ ഗാനം പാടാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ആ കുരുന്നു കുട്ടീനെ നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഏബൽ ജോൺ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി അതിരൂപതയിൽ സെന്റ് സെബാസ്റ്റ്യൻസ് ഫൊറോന ചർച്ച് നെല്ലിക്കാമ്പോയിൽ ഇടവകാംഗമായ ഏബൽ ജോൺ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ വൈത്തൂർ പി സ്കൂൾ ഉളിക്കലാണ് ഞാൻ പഠിക്കുന്നത്. എൻ്റെ വീട് പുതുശ്ശേരി കണ്ണൂർ ഇരിട്ടിയിലാണ്. നന്നേ ചെറുപ്പം മുതൽ തന്നെ ഏബലിന്റെ പാട്ടുപാടാനുള്ള കഴിവ് തിരിച്ചറിഞ്ഞ മാതാപിതാക്കളും അധ്യാപകരുമാണ് ശക്തിയായി പ്രോത്സാഹനമായി ഏബലിനൊപ്പമുള്ളത്. ഇതെന്റെ പപ്പ ബിസിനസ് ആണ്. ഇതെന്റെ അമ്മ ഹൗസ് വൈഫ് ആണ്. ഇതെന്റെ ചേച്ചി ഇനി 9ാം ക്ലാസ്സിലേക്ക്. ഇതെന്റെ ചേട്ടൻ +2 കഴിഞ്ഞു. ഇരിട്ടി ചിദംബരം മ്യൂസിക് സ്കൂളിൽ പ്രകാശൻ മാഷിന്റെ ശിക്ഷണത്തിൽ 4 വർഷമായി ഏബൽ സംഗീതം അഭ്യസിച്ചു വരുന്നു. ഞാൻ 25 സ്റ്റേജിൽ കൂടുതൽ പെർഫോം ചെയ്തിട്ടുണ്ട്. സംഗീതത്തെ സ്നേഹിക്കുന്ന ഈ കൊച്ചു കലാകാരനെ വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ ഈ വേദിയിലേക്ക് ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇതുപോലത്തെ സ്റ്റേജിൽ ഇതിനു മുമ്പ് മത്സരിക്കാനായിട്ട് പോവുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എവിടെയാ പോയിരിക്കുന്നത്? ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് മോൻ എത്തിയിരിക്കുന്നത് ഈ വേദിയിലേക്കാണ്. മോൻ ഇവിടെ വന്നിട്ട് എന്ത് തോന്നുന്നു? ഇത് ഈ ലൈറ്റും ഈ സ്റ്റേജും ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്താ? അപ്പോ ഇവിടെ ലൈറ്റും സെറ്റപ്പൊക്കെയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. ആണോ? അപ്പൊ ഈ ലൈറ്റിന്റെ സെറ്റപ്പ് ഇങ്ങനെ രീതിയിൽ ഇത്ര നല്ല സുന്ദരനായിട്ട് വേഷമൊക്കെ ആരെ ഇങ്ങനെ ഇടിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്?
ഈ വേഷം വാങ്ങിയത് എൻ്റെ പപ്പയാണ്. ആ പിന്നെ വേഷം ഇട്ടത് ഞാൻ. മോന് എന്നിട്ട് കണ്ണാടിയിലൊക്കെ നോക്കിട്ട് ഇഷ്ടപ്പെട്ടോ? ആ, സുന്ദരനായിട്ടുണ്ട്. പാട്ടൊക്കെ പഠിച്ചോ ശരിക്കും പാടാൻ? ആ. ആരാ പഠിപ്പിച്ചതെന്ന്? മമ്മ. മമ്മ. മമ്മ എന്ന് പറയണ മമ്മി തന്നെ അല്ലേ? മമ്മി തന്നെ അല്ലേ മമ്മ എന്ന് വിളിക്കുന്നേ? ഓക്കെ. എന്തുകൊണ്ടാണ് ഈ ഒരു പാട്ട് സെലക്ട് ചെയ്യാൻ കാരണം? എനിക്ക് പാട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ചങ്കി കൊള്ളുന്ന പോലത്തെ ഒരു പാട്ടാണ്. ഓ എന്റെ ദൈവം. ഈ പാട്ട് നിങ്ങൾക്ക് ഈ ഫസ്റ്റ് റൗണ്ടിൽ മോൻ അറിയായിരുന്നല്ലോ 3 കാറ്റഗറിയിലുള്ള ഗാനങ്ങൾ നിങ്ങൾക്ക് പാടാം. അതില് മോന്റെ ഇഷ്ടമായിരുന്നു നമ്മൾ തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് മോൻ ഇഷ്ടമുള്ള ഒരു പാട്ട് അതിൽ ഏത് കാറ്റഗറിയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാമായിരുന്നു. അങ്ങനെ മോൻ ചൂസ് ചെയ്തത് ഏത് കാറ്റഗറിയിലുള്ള പാട്ടാണ്? മെലഡി. മെലഡിയാണ്. നന്നായിട്ട് പാടാൻ ഇവിടെ റെഡി ആയിട്ട് വന്ന് നിൽക്കുകയാണ്. സമ്മാനം വേണ്ടേ? 2 lakhs rupees ആണ്. വേണം? ഓക്കെ. അപ്പൊ ഒരു ടെൻഷനും ഇല്ല. നല്ല മിടുക്കൻ, നല്ല റെഡി ആയിട്ട് ഇവിടെ മത്സരിക്കാനായിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പോ എല്ലാവിധ ആശംസകളും. നമ്മുടെ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് ആണ്. പ്രോഗ്രാം ദാ ലോകത്തിരുന്ന് എല്ലാവരും ഉള്ളവർ കാണുന്നുണ്ട്. നന്നായി പാടണം കേട്ടോ. ഓക്കെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ. Voice of Goodness, Season 3. Voice of Goodness, Season 3. വിരൽ തുമ്പുന്നു തൊട്ടാൽ ശാന്തമായി തീരുമെന്നുള്ളം. വിരൽ തുമ്പുന്നു തൊട്ടാൽ ശാന്തമായി തീരുമെന്നുള്ളം. ആ സ്നേഹനയനം പതിഞ്ഞാൽ തൂമഞ്ഞു പോലാവുമെൻ ഹൃദയം. ആ സ്നേഹനയനം പതിഞ്ഞാൽ തൂമഞ്ഞു പോലാവുമെൻ ഹൃദയം. ഈശോ നീ വന്നിടണേ, മുറിവുണക്കിടണമേ. സ്നേഹത്തിൻ തൈലം പൂശി എന്നെ കഴുകണമേ. വിരൽ തുമ്പുന്നു തൊട്ടാൽ ശാന്തമായി തീരുമെന്നുള്ളം. ആ സ്നേഹനയനം പതിഞ്ഞാൽ തൂമഞ്ഞു പോലാവുമെൻ ഹൃദയം.
തുമ്പൊന്നു തൊട്ടാൽ ശാന്തമായി തീരുമെന്നുള്ളം. ആ സ്നേഹനയനം പതിഞ്ഞാൽ തൂമഞ്ഞു പോലാവുമെൻ ഹൃദയം. ഈശോ നീ വന്നിടണേ, മുറിവുണക്കിടണമേ. സ്നേഹത്തിൻ തൈലം പൂശി എന്നെ കഴുകണമേ. ഏബൽ ജോൺ, എന്തോ നന്നായിട്ട് പാടാൻ പറ്റിയോ? ആ ഭയങ്കര സന്തോഷമായി പാടി കഴിഞ്ഞപ്പോ. ആ ഒത്തിരി പോലും ടെൻഷൻ ഉണ്ടായിരുന്നില്ലേ? ചെറുതായിട്ട്. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും തോന്നിയില്ലല്ലോ മോന് ടെൻഷൻ ഉണ്ടെന്ന്. ഭയങ്കര ചിരിച്ച് നല്ല രസമായിട്ട് പാടിയല്ലോ. താങ്ക് യു. ആണോ? അപ്പൊ ഇനി എന്താ വേണ്ടേ? നമുക്ക് ഇത് ജഡ്ജസിന്റെ കമന്റ് ഒക്കെ അറിയണോ? ആ എന്താ അവര് പറയാൻ പോണേന്ന് ആലോചിച്ചിട്ട് ഒരു ടെൻഷൻ ഉണ്ടോ? ആ ഉണ്ടോ? നന്നായിട്ട് പാടി. ഇനിയിപ്പം പാട്ടെങ്ങാനും മോശമായ ചെല്ലുമ്പോ അമ്മ വഴക്കു പറയോ? അതറിയില്ല. അറിയില്ല. ഓക്കെ, മോൻ ഇത് പാടിയിട്ടുണ്ടോ വേറെ ഏതെങ്കിലും സ്റ്റേജില് ഈ പാട്ട്? ഇല്ല. ഇല്ല, ആദ്യമായിട്ട് പാടുകയാണ് അല്ലേ? അതെ. ശരി, അപ്പോ ഏബൽ ജോൺ ആദ്യമായിട്ട് പാടിയ പാട്ടാണ് നമ്മൾ എല്ലാവരും കേട്ടത്. അപ്പൊ നമുക്കിനി ജഡ്ജസിന്റെ അടുത്ത് ചോദിക്കാം, മോന്റെ പാട്ടിനകത്ത് എന്തെങ്കിലും ഒക്കെ കുറവുകൾ ഉണ്ടായിരുന്നോ എന്നുള്ളത്. ചോദിക്കട്ടെ? ആദ്യം ഞാൻ നമ്മുടെ അച്ഛന്റെ അടുത്ത് ചോദിക്കട്ടെ. ആ ചോദിച്ചോളൂ. അച്ഛന്റെ പേരറിയാമോ? പോളച്ചൻ. ആ പോളച്ചൻ. പോളച്ച, എന്റെ പാട്ട് ഇഷ്ടായോ എന്ന് ചോദിച്ചേ. പോളച്ച, എന്റെ പാട്ട് ഇഷ്ടായോ? ഏബൽ, പാട്ട് ഇഷ്ടായി, നന്നായി പാടി മോൻ. താങ്ക് യു. അഭിനന്ദനങ്ങൾ. താങ്ക് യു. നല്ല ഒരു സെലക്ഷനാണ് ഈ പാട്ട്. നല്ല ഒരു ഇമ്പാക്റ്റ് ഉള്ള പാട്ടാണ്. താങ്ക് യു. ഈ പാട്ട് സെലക്ട് ചെയ്യാൻ മോനെ ആരാ സഹായിച്ചേ? എന്റെ അമ്മ. അമ്മയാണ് സഹായിച്ചത്. വെരി ഗുഡ്. മോന്റെ ശബ്ദം നല്ല ശബ്ദമാണ്. താങ്ക് യു. പ്രത്യേകിച്ച് ഹൈ പിച്ചിലേക്കൊക്കെ പോകുമ്പോൾ വോയിസ് നല്ല പവർഫുൾ ആയിട്ട് ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ ശക്തിയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലത്തെ ആദ്യത്തെ വരി ഒന്ന് പാടാൻ പറ്റുമോ? വിരൽ തുമ്പൊന്നു തൊട്ടാൽ. അത് കുറച്ചൊന്ന് സ്ലോയില്, കുറച്ച് സ്ലോയില് പാടി ആ വരി മാത്രം. വിരൽ തുമ്പൊന്നു തൊട്ടാൽ. അവിടെ ശക്തി കുറച്ച് കുറയുന്ന പോലെ ഒരു തോന്നല്. മുകളിലേക്ക് നല്ല ശക്തിയുണ്ട്, താഴേക്ക് പോകുമ്പോഴേ. ഈ ഒരു എക്സസൈസ് ഞാൻ പറയാം, അതൊന്ന് ചെയ്യാൻ പറ്റും മോനെ? മൂക്കിൽ കൂടെ ശ്വാസം എടുത്തിട്ട് ശ്വാസം വിടുമ്പോൾ ലിപ് ട്രിൽ എന്ന് പറയും. അങ്ങനെ ചെയ്ത് നോക്കി, കുട്ടികൾ കളിക്കില്ലേ? ഒന്ന് ചെയ്ത് നോക്കി. ആ, ശ്വാസം വായയുടെ ചുണ്ടിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വിടുക. ആ കറക്റ്റ്, അതന്നെ. ഉറക്കെ ചെയ്തോ. ആ, ഓക്കെ. അതുപോലെ രണ്ടാമത്തെ വരി പാടിയപ്പോ അക്ഷരങ്ങൾ മുഴുവൻ തെളിഞ്ഞില്ല. എന്താ പാടിയെന്നുള്ളത് അക്ഷരങ്ങളെ. അക്ഷരങ്ങൾ തെളിയാനായിട്ട് വേറൊരു എക്സസൈസ് ഉണ്ട്, ഞാൻ പറയാം. മൂക്കിൽ കൂടെ ശ്വാസം എടുത്തിട്ട് ശ്വാസം വിടുമ്പോൾ എന്ന് പറയാം. അത് പറഞ്ഞേ. വീണ്ടും അത് ശ്വാസം എടുത്തിട്ട് ശ്വാസം മാക്സിമം ഇങ്ങനെ നീണ്ടു നിൽക്കണം. എത്ര നീട്ടി പിടിക്കാൻ പറ്റുന്ന അങ്ങനെ നോക്കൂ. വെരി ഗുഡ്. വൺ മോർ ടൈം. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ആ 4 പേര് ഒന്ന് പാടി നോക്കിയ ആദ്യത്തെ. വിരൽ തുമ്പൊന്നു തൊട്ടാൽ ശാന്തമായി തീരുമെന്നുള്ളം. വിരൽ തുമ്പൊന്നു തൊട്ടാൽ ശാന്തമായി തീരുമെന്നുള്ളം. ആ സ്നേഹനയനം പതിഞ്ഞാൽ
തൂമഞ്ഞു പോലാവുമെൻ ഹൃദയം. വെരി ഗുഡ്, കൺഗ്രാജുലേഷൻസ് കേട്ടോ. നല്ല ആശംസകൾ, നല്ല ഉയരങ്ങളിലേക്ക് പോകട്ടെ. താങ്ക് യു പോളച്ച, താങ്ക് യു. സിസ്ലി, എങ്ങനെയുണ്ടായിരുന്നു ഏബലിന്റെ പാട്ട്? ഹലോ ഏബിൾ. ഹായ്. ഏബിൾ എനിക്ക് തോന്നുന്ന റൈറ്റ് പേഴ്സൺ ആണ് ഇന്ന് നമ്മുടെ വോയിസ് ഓഫ് ഗുഡ്നെസ് സീസൺ 3 ഇനോഗ്രേറ്റ് ചെയ്യുന്ന സോങ് ഏബിളിൻ്റെ ആയത്. കാരണം മോൻ വന്ന് നിൽക്കുന്ന കണ്ടാൽ തന്നെ അറിയാം ഇതൊരു ഫസ്റ്റ് ടൈമൊന്നും അല്ല. സ്റ്റേജിൽ ഒരു ഭയമോ ഒരു പേടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ ഹാപ്പി ആൻഡ് ലുക്ക് അറ്റ് യുവർ ഫേസ്. ഭയങ്കര ഹാപ്പി ആയിട്ട് ഇൻവോൾവ് ചെയ്ത് കോൺഫിഡൻ്റ് ആയിട്ടാണ് പാടിയത്. ചേച്ചിക്ക് ഇപ്പോഴും ഇല്ല ഈ കോൺഫിഡൻസ്. സ്റ്റേജിൽ കയറുമ്പോൾ കൈയും കാലും ഒക്കെ ഇപ്പോഴും വിറയ്ക്കും. പക്ഷെ ഈ പ്രായത്തിൽ 10 വയസ്സല്ലേ? 10 വയസ്സല്ലേ ഉള്ളൂ? അതെ, 10 വയസ്സിലുള്ള കോൺഫിഡൻസ് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഹാറ്റ്സ് ഓഫ് ടു യു മോനെ. നമുക്കൊക്കെ ഒത്തിരി പഠിക്കാനുണ്ടല്ലോ പിള്ളേരുടെ കയ്യിൽ നിന്ന്. നമ്മൾ ഓരോ സീസൺ കഴിയുമ്പം പുതിയ പുതിയ കുട്ടികൾ വരുന്നു. അവരുടെ ഭാഗത്തു നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ പ്രായത്തിലൊക്കെ ഇത്രയും കോൺഫിഡൻസോടുകൂടി പാടാൻ പറ്റുന്ന വലിയൊരു ഗ്രേസ് ആണ് കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. പിന്നെ നമുക്ക് ഇനി റൗണ്ട്സ് ഉണ്ട്. ഫസ്റ്റ് റൗണ്ട് തന്നെ ഞങ്ങൾ ഞെട്ടി. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാനുള്ള ഒരു വോയിസ് ആണ്, മോനാണ്. അതിനുള്ള ടാലൻറ്റഡ് ആണ്, ഗിഫ്റ്റഡ് ആണ്. അപ്പം അത് നമുക്ക് മനസ്സിലായി. മോൻ ഈ പാട്ട് പാടിയപ്പോൾ തന്നെ മനസ്സിലായി. ഇനി കറക്ഷൻസ് ആവശ്യമാണ്. അത് നമുക്ക് ഇനി വരുന്ന റൗണ്ട്സിൽ കുറേശ്ശെ പതിയെ കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോവാം. അപ്പം അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ആ എക്സസൈസസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പോകണം കേട്ടോ. അതൊക്കെ മോനെ ഹെൽപ്പ് ചെയ്യും, ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. താങ്ക് യു സിസ്ലി. ഇനി നമുക്ക് ഒരാളുടെ അടുത്തും കൂടെ ചോദിക്കാനുണ്ട്. ആ മനോജേട്ടൻ മുമ്പേ വയലിൻ പെർഫോം ചെയ്തത് കണ്ടിരുന്നോ? കണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടോ? മോൻ വയലിൻ ഇഷ്ടായി. ആണോ? മോൻ വയലിൻ പ്ലേ ചെയ്യാൻ അറിയാമോ? ഇല്ല, ഓർഗൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് മനോജേട്ടൻ്റെ അടുത്ത് ചോദിക്കട്ടെ എങ്ങനെ ഉണ്ടായിരുന്നു. മനോജേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? ഹലോ ഏബിൾ. ഹായ്. ഏബിൾ തകർത്തുലോ. താങ്ക് യു. ഏബിൾ ഏത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നത്? ഇനി 5ലേക്ക്. 5ലേക്ക് പോവാണ് അല്ലേ? പാട്ടൊക്കെ പഠിക്കുന്നുണ്ടോ? ഉണ്ട്. കർണാട്ടിക് ആണോ? ഏബിൾ പാടിയപ്പോണ്ടല്ലോ ഭയങ്കര കോൺഫിഡൻസ് ഏബിളിൻ്റെ മുഖത്തും ആ ഒരു ആറ്റിറ്റ്യൂഡിലൊക്കെ കാണാൻ പറ്റി. അത് ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇങ്ങനൊരു പ്രൊഫഷണൽ ആൾക്കാർ പാടുന്ന പോലെയാണ് ഏബിൾ പാടിയത് കേട്ടോ. അത് വലിയൊരു ദൈവാനുഗ്രഹമാണ്. പിന്നെ അച്ഛൻ പറഞ്ഞതുപോലെ ഈ ചില പോർഷൻസ് ഞാനത് തൂമഞ്ഞു പോലെ അതൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വന്നു. താങ്ക് യു. ആ ഒരു പ്ലാൻസ് ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു സംഗതികൾ, അതൊക്കെ മോനൊക്കെ എത്ര രസമായിട്ട് എടുക്കുന്നത്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ഒരു പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ അത് പല പിച്ചിലൊന്ന് പാടി നോക്കണം. അപ്പോൾ നേരത്തെ എനിക്ക് തോന്നുന്നു ഒറിജിനൽ സ്കെയിൽ G ആയിരുന്നു അല്ലേ? അപ്പോൾ അത് കുറച്ച് താഴ്ത്തിയിട്ട് പാടിയപ്പോഴാന്ന് തോന്നുന്നു ആ തുടക്കത്തിലത്തെ വരി ഉണ്ടല്ലോ, അത് പാടുമ്പോൾ ഭയങ്കര ലോ ആയിട്ട് പോയി. ആ ഒരു കേൾക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുള്ള പോലെ തോന്നി. അത് അച്ഛൻ നേരത്തെ പാടിപ്പിച്ചു. അപ്പോൾ പല സ്കെയിലിൽ ഇത് പാടി നോക്കി നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആ ഒരു പിച്ച് സെലക്ട് ചെയ്യണം ആദ്യം കേട്ടോ. പിന്നെ ചരണത്തിൽ ഒരു ആത്മാവിൻ ആ പോർഷനൊന്ന് പാടാവോ? തിരുമാറോടു ചേർന്നാൽ ആത്മാവിലാനന്ദമൊഴുകും, ആ കരതാരിൽ നയിച്ചാൽ ജീവിതം ധന്യമായി തീരും. എനിക്ക് ആ ഒരു പോർഷൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആ ഒരു ആത്മാവിന് ആ ഒരു നല്ലൊരു ഫ്രേസിങ് ആയിരുന്നു മോൻ്റെ അടുത്തതേ. എനിക്ക് ഒത്തിരിയേറെ ഫീലോട് കൂടിയിട്ടാണ് മോൻ പാടിയത്. ദിവസം പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? അല്ല, ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്താൽ പോരാ. കാരണം ഇത് ദൈവം തന്നിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ് ഈ പാട്ട് പാടുക, അല്ലെങ്കിൽ മ്യൂസിക് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് പോലും പഠിക്കുന്നുണ്ടോ? ഏത് ഇൻസ്ട്രുമെൻ്റാണ്? പിയാനോ, ഓർഗൻ. ഓർഗൻ പഠിക്കുന്നുണ്ട്. ആഹാ. അതപ്പോൾ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ വീട്ടിൽ? ഉണ്ട്. അപ്പോൾ വോക്കലിനാണ് ചെറിയൊരു മടിയില്ലേ?
ചിരിക്കുന്നു. അപ്പോൾ വോക്കലും ഇതുപോലെ ടൈം വെച്ചിട്ട്, അതായത് മ്യൂസിക്കിൽ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യണം. മനസ്സിലായോ? അതായത് ഒരു റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. കുറച്ച് അതിനു വേണ്ടി ഒരു സമയം മാറ്റി വയ്ക്കുക. ഒരു 1 hour വോക്കൽ, അല്ലെങ്കിൽ ഒരു 1/2 hour അല്ലെങ്കിൽ 1 hour കീബോർഡ്. അപ്പം അങ്ങനെ ദിവസം പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഭംഗിയായിട്ട് പാടാൻ പറ്റുക. മോന് ദൈവം തന്നിട്ടുള്ള നല്ല അനുഗ്രഹമുണ്ട്. അത് നന്നായിട്ട് കീപ്പ് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. സന്തോഷായോ ഏബൽ? എല്ലാവരും പറഞ്ഞ കേട്ടപ്പോ ഇപ്പൊ എന്ത് തോന്നുന്നു? ഞാൻ നന്നായി പാടി. ആ, ഇപ്പം സെലക്ട് ആകുന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ട്. ഏബലങ്ങ് വിചാരിച്ചു സെലക്ട് ആയിന്ന്. നമുക്ക് നോക്കാം. നമുക്ക് മാർക്കൊക്കെ അറിയണ്ടേ? അപ്പോഴല്ലേ അറിയുള്ളൂ നമ്മൾ സെലക്ട് ആവോ ഇല്ലയോ എന്നൊക്കെ, അല്ലേ? അതെ. ഇനി ഏബൽ, ദേ അവിടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഇരിക്കുന്ന കണ്ടോ? അപ്പൊ നമുക്ക് അലക്സ് അച്ഛന് മോന്റെ പാട്ട് ഇഷ്ടമായോ എന്നും കൂടെ ചോദിച്ചിട്ട് മോൻ എത്ര മാർക്ക് കിട്ടിയെന്ന് നമുക്ക് നോക്കാം. ഓക്കെ അലക്സ് അച്ഛാ? അലക്സ് അച്ഛ, എന്റെ പാട്ട് ഒത്തിരി ഇഷ്ടായോ? ഒത്തിരി 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 ഇഷ്ടമായി. വളരെ മനോഹരമായിട്ട് ഏബൽ മോൻ പാടി. വലിയ ഒരു പൊട്ടൻഷ്യൽ ഏബലിൻ്റെ ജീവിതത്തിലുണ്ട്. ഉന്നതങ്ങളിലേക്ക് ഇനിയും കടന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. താങ്ക് യു അലക്സ് അച്ഛാ. ഇനി നമ്മുടെ വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ ആദ്യത്തെ കണ്ടസ്റ്റന്റ് ആയ ഈ കണ്ണൂരിൽ നിന്നും എത്തിയിരിക്കുന്ന ഏബൽ ജോണിന് നമ്മുടെ ബഹുമാനരായ ജഡ്ജസ് എത്ര മാർക്കാണ് നൽകുന്നത് എന്ന് നമുക്ക് നോക്കാം. പോളച്ച, എത്ര മാർക്കാണ് ഈ മോന്റെ ആദ്യത്തെ ഗാനത്തിന് നൽകുന്നത്? ഏബൽ ജോയ് വളരെ മനോഹരമായിട്ട് പാടി. പിന്നെ ഇനിയും റൗണ്ടുകൾ ഉണ്ടല്ലോ, അപ്പൊ ഇനിയും കൂടുതൽ മാർക്ക് കിട്ടുന്ന ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അപ്പൊ 8 ആണ്, 8 മാർക്ക്. 10ൽ 8 മാർക്ക് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ മനോജ് ചേട്ടാ? ഏബൽ എന്തോ? ഏബൽ ഗംഭീരമായിട്ട് പാടി താങ്ക് യു. പക്ഷേ ദിവസം ഇനി പ്രാക്ടീസ് ചെയ്യണം. അത് ഉറപ്പ് തരില്ലേ? ഉറപ്പ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒരു 7.5 ആണ് ഞാൻ ഇത്തവണ ഏബലിന് മാർക്ക് ലഭിച്ചത്. ഓക്കെ, അപ്പൊ 10ല് 7.5 ലഭിച്ചു. അപ്പൊ ഇപ്പൊ 15.5 മാർക്സ് 20ലായിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. സിസിലി? ഏബൽ പറഞ്ഞ പോലെ തന്നെ ഏബലിന് ഒരുപാട് മാർക്ക് ഇട്ട് തരണം എന്നുണ്ട്. പക്ഷെ ഇപ്പൊ തന്ന മോൻ അടുത്ത റൗണ്ടിൽ അങ്ങനെ ഒരു എന്താ പറയാ, നമുക്ക് പ്രാക്ടീസ് ചെയ്യണ്ടെന്നൊക്കെ തോന്നിയാലോ എന്ന് വിചാരിച്ച് 7.5 ആണ് ഇപ്പൊ ചേച്ചി തരുന്നത് കേട്ടോ. അപ്പോ 3 ജഡ്ജസും കൂടെ ഏബൽ ജോണിന്റെ ഈ ആദ്യത്തെ ഗാനത്തിന് നൽകിയിരിക്കുന്നത് 23 മാർക്സ് ആണ് 30ല്. സന്തോഷായോ? ഒത്തിരി സന്തോഷായി. മോൻ എത്രയായിരുന്നു പ്രതീക്ഷിച്ചത്? ഏകദേശം എത്ര മാർക്ക് കിട്ടും എന്ന് വിചാരിച്ചു? ഞാൻ ഒരു 5-6 7 വിചാരിച്ചു. അപ്പൊ മോന് ഭയങ്കര സന്തോഷായി അത് വെച്ച് നോക്കിയപ്പോ, അല്ലേ? ഏബലിന് ഇപ്പം 30ല് 23 മാർക്സ് അല്ലേ കിട്ടിയിരിക്കുന്നത്? ഞാൻ കുറച്ചും കൂടെ മാർക്ക് കൂടുതൽ കിട്ടാനുള്ള ഒരു ഐഡിയ പറഞ്ഞു തരട്ടെ? അതായത് മോന് നമ്മുടെ വ്യൂവേഴ്സ് ഉണ്ട്, ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ അടുത്ത് ഏബൽ റിക്വസ്റ്റ് ചെയ്യണം, എനിക്ക് ഇപ്പൊ ഏബലിന് 5000 മുതൽ 10,000 വരെ, അതായത് 5K to 10K അത്രയും വ്യൂസ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം കണ്ടിട്ട് നിങ്ങൾ ഇത് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5 to 10,000 ആൾക്കാരാണ് കാണുന്നെന്നുണ്ടെങ്കിൽ ഏബലിന് നമ്മൾ ഗ്രേസ് മാർക്കായിട്ട് 1 മാർക്ക് എക്സ്ട്രാ തരും. ഇതിന്റെ കൂടെ അപ്പൊ അത് 24 ആവും. ഓക്കെ, അതല്ല ഏബിളിന്റെ പെർഫോമൻസിന് 10,000 മുകളിലേക്ക് വ്യൂസ് കിട്ടി എന്ന് അറിയുവാണെങ്കിൽ അപ്പോൾ 2 മാർക്ക് ഗ്രേസ് മാർക്ക് കിട്ടും. അപ്പൊ 23 എന്നുള്ളത് 25 ആവും. ഓക്കെ, അപ്പൊ എനിക്ക് 2 മാർക്ക് ഗ്രേസ് മാർക്ക് കൂടുതൽ കിട്ടാനായിട്ട് വ്യൂവേഴ്സിന്റെ അടുത്ത് എന്റെ ഈ ഒരു പ്രോഗ്രാം പാട്ട് ഒന്ന് ഷെയർ ചെയ്യണേ, കാണണേ എന്നൊന്ന് മോൻ പറഞ്ഞേ. എന്റെ പാട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് കാണണം എന്ന് പറയണമെന്നല്ല, കാണണേ. കേട്ടോ? അപ്പോ ഏബലിന് 2 ഗ്രേസ് മാർക്ക് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ലഭിക്കുന്നുണ്ടാവുക. തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയുടെ ഈ ഒരു സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് അടുത്ത കണ്ടസ്റ്റൻസിലേക്ക് പോവാം. കാണാം ഏബൽ. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ ആദ്യത്തെ എപ്പിസോഡിലെ 2ാമത്തെ ഗാനമാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. ആ 2ാമത്തെ കണ്ടസ്റ്റന്റിനെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. ക്രിസ്റ്റീന സുജോ, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മൂക്കന്നൂർ ഫൊറോനയിലെ
ഒലിയുമാൺ സ്വദേശിനിയായ ഒരു കൊച്ചു കലാകാരി. ഞാൻ ക്രിസ്റ്റീന സുജോ. അങ്കമാലിയിലെ ഒലിമോണ്ട് എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. എനിക്ക് 11 വയസ്സുണ്ട്. നൈപുണ്യ പബ്ലിക് സ്കൂൾ എടക്കുന്നിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ. സെന്റ് തോമസ് ചർച്ച് ഒലിമോണ്ടാണ് എൻ്റെ ഇടവക. മാതാപിതാക്കളുടെ പ്രോത്സാഹനത്തോടെ പള്ളിക്കോയറിൽ സജീവമായിരിക്കുന്ന ക്രിസ്റ്റീന 2 വർഷമായി ബെന്നിസാറിന്റെ ശിക്ഷണത്തിൽ കർണാടക സംഗീതം പഠിക്കുന്നു. അപ്പ, അമ്മ, അനിയൻ, ആന്റി എന്നിവരടങ്ങുന്നതാണ് എൻ്റെ കൊച്ചു കുടുംബം. 2 വർഷമായി ഞാൻ കർണാടക സംഗീതം ബെന്നിസാറിന്റെ കീഴിൽ പഠിക്കുന്നുണ്ട്. ബെന്നിസാർ എനിക്ക് പാട്ടിന്റെ ലോകത്ത് നല്ലൊരു വഴികാട്ടിയാണ്. എൻ്റെ സ്കൂളിലെ സംഗീത അധ്യാപകൻ മോഹൻ സാറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പാട്ട് പാടാനുള്ള അവസരങ്ങൾ ഒരുക്കി തന്നിരിക്കുന്നത്. മോഹൻ സാർ വഴി ഞാൻ ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ ഗാനം പാടിയിട്ടുണ്ട്. താരളം മനസ്സലെ നാഥ എന്ന ഗാനം, പിന്നീട് കുംഭസാരം എന്ന കൂദാശ എന്ന ഗാനവും ദൈവാനുഗ്രഹത്താൽ എനിക്ക് പാടാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ഗുഡ്നസ് റിയാലിറ്റി ഷോയിലേക്ക് എത്തിച്ചേരാൻ കാരണമായത് എൻ്റെ വല്യപ്പാപ്പനും വല്യമാമയുമാണ്. എൻ്റെ കാറ്റഗീസും എച്ചും ജിന ടീച്ചറാണ് ഈ റിയാലിറ്റി ഷോയുടെ ഡീറ്റെയിൽസും അപ്ലൈ ചെയ്യാനുള്ള പ്രചോദനം നൽകിയത്. ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്ന സർവശക്തനായ ദൈവത്തെ നന്ദിയോടെ ഓർക്കുന്നു. എൻ്റെ ഈ യാത്രയിൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും എനിക്ക് ആവശ്യമാണ്. സംഗീത ലോകത്തെ ഈ കൊച്ചു കലാകാരിക്ക് വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ ഈ വേദിയിലേക്ക് ഹാർദവമായ സ്വാഗതം. മോൾക്ക് ഇന്ന് 3 ചോയ്സ് ഉണ്ടായിരുന്നു. അതിൽ മോൾ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ഏത് റൗണ്ടാണ്? ഫാസ്റ്റ് പാട്ടാണോ? മോൾക്ക് കൂടുതൽ ഇഷ്ടം അങ്ങനത്തെ പാട്ടുകൾ പാടാനാണോ? ഓക്കെ. ഇത്തരത്തിലുള്ള കോമ്പറ്റീഷൻസിൽ ഒക്കെ മോള് പങ്കെടുത്തിട്ടുണ്ടോ? ഇത്തരത്തിലുള്ളത് പങ്കെടുത്തിട്ടില്ല, പക്ഷെ 2 ഡിവോഷണൽ ആൽബംസിൽ പാടിയിട്ടുണ്ട്. അപ്പൊ കൊള്ളാലോ, സ്റ്റുഡിയോയിലൊക്കെ പോയി പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ? പക്ഷെ സ്കൂളില് വേറെ കോമ്പറ്റീഷൻസിനൊക്കെ പാടിയിട്ടുണ്ടാവോ? ഉണ്ട്. പ്രൈസുകളൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പോ മത്സരവേദിയിൽ ക്രിസ്റ്റീന ആദ്യമായിട്ടല്ല, ഒരുപാട് ഇതിനു മുന്നേ പല വേദിയിൽ മത്സരിച്ചിട്ടുണ്ട്. മാത്രമല്ല 2 നല്ല ഡിവോഷണൽ ഗാനങ്ങൾ സ്റ്റുഡിയോയിൽ പോയി റെക്കോർഡ് ചെയ്തിട്ടും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ക്രിസ്റ്റീന ഇപ്പോൾ ഇവിടെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ക്രിസ്തീയ ഗാനമാണ് ആലപിക്കാൻ പോകുന്നത്. ടെൻഷനൊന്നും ഇല്ലല്ലോ? കൂളാണല്ലോ? ഓക്കെ. അപ്പൊ ക്രിസ്റ്റീനയ്ക്ക് എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നൽകിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലെ 2ാമത്തെ ഗാനത്തിലേക്ക് പോവാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഭർത്താവു നിന്നെ
വച്ചാത്ത തേനരുവി പോലെ നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ ഒരിക്കലും വച്ചാത്ത തേനരുവി പോലെ നീയായിത്തീരും തേനരുവി പോലായിത്തീരും നീയായിത്തീരും തേനരുവി പോലായിത്തീരും നീയായിത്തീരും തേനരുവി പോലായിത്തീരും നീയായിത്തീരും തേനരുവി പോലായിത്തീരും നീയായിത്തീരും തേനരുവി പോലായിത്തീരും. ക്രിസ്റ്റീന എന്തോ നന്നായിട്ട് പാടിയല്ലോ. താങ്ക് യു. ഇത് രസമായിട്ട് എത്ര എൻജോയ് ചെയ്തിട്ടാ പാടുന്നത്. വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഇതുപോലെ ആക്ഷൻസ് ഒക്കെ വെച്ചാണ് പ്രാക്ടീസ് ചെയ്ത് വന്നത്. ആ എത്ര ദിവസമായിട്ട് ഈ പാട്ട് മോള് പഠിക്കുന്നുണ്ടാവും? ഇത് ഇവിടുത്തെ ഓഡീഷൻ കഴിഞ്ഞ് ഒരു പാട്ട് സെലക്ട് ചെയ്യാൻ പറഞ്ഞ് സെലക്ട് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞ വർഷം മുതൽ പഠിക്കുന്നത്. കഴിഞ്ഞ വർഷം മുതല്? അപ്പൊ ഒരു വർഷമായിട്ട് മോള് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പാട്ട്. കംപ്ലീറ്റ് ഒരു വർഷമല്ല, 10 മാസം. ഏകദേശം. എന്നാലും അത്രയും നാള് മോള് പ്രാക്ടീസ്. അപ്പൊ അതിൻ്റെതാണ് ആ ഒരു കോൺഫിഡൻസ്. മോള് പാടുമ്പം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് വന്നതിന്റെ കോൺഫിഡൻസ് കാണുന്നുണ്ടായിരുന്നു. എന്നാലും മോള് പാടിയെടുത്ത് എവിടെയെങ്കിലും ഒക്കെ പാളിച്ചകൾ വന്നോ, അല്ലെങ്കിൽ മോൾ ഇനി പാടുമ്പം എവിടെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ചോദിക്കാം ജഡ്ജസിന്റെ അടുത്ത്. ഓക്കെ പോളിച്ച? ക്രിസ്റ്റീന നന്നായി പാടി. താങ്ക് യു. കൺഗ്രാജുലേഷൻസ്. ഈ പാട്ട് മുമ്പ് ഇത് വേറെ പാടിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ റെക്കോർഡിങ്ങിന് പാടിയെന്ന് പറഞ്ഞ വേറെ പാട്ടാണോ? ഇതല്ല. പക്ഷെ ഇപ്പോൾ പാട്ട് കേട്ടപ്പോൾ വേറെ എവിടേക്കോ പാടിയിട്ടുള്ള പോലെ ഒരു അനുഭവമുള്ള പോലെ തോന്നി. നല്ല കോൺഫിഡൻസ് ആയിട്ട് പാടുന്ന പോലെ തോന്നി. നല്ല ബ്രൈറ്റ് വോയിസാണ് ക്രിസ്റ്റീനയുടെ. താങ്ക് യു. അപ്പോൾ ഉച്ചാരണം 1-2 സ്ഥലത്തൊന്ന് ശ്രദ്ധിക്കണം എന്ന് തോന്നി. ഒന്ന് മരുഭൂമി എന്ന് പറഞ്ഞൊരു വാക്കില്ലേ അതില്, പല്ലവിയില് മരുഭൂമി എന്ന് തന്നെ പറയണ്ടേ? മരുഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറി അല്ലേ? പിന്നെ പുനരുദ്ധരിക്കുക, അങ്ങനെ ഒരു വാക്കുണ്ടല്ലോ, പുനരുദ്ധരിക്കും. അതും കുറച്ച് സ്ട്രെസ് ചെയ്യണം. അപ്പൊ ഈ പാട്ടുകാർക്ക് ഉച്ചാരണം വളരെ പ്രധാനപ്പെട്ടതാണ്. നന്നായിട്ട് ഉച്ചരിക്കാൻ പഠിക്കണം. കുറെയൊക്കെ നന്നായി ഉച്ചരിച്ചിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ 1-2 ഇതും കൂടി നന്നായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറേ കൂടി നന്നായി ഇരിക്കും പാട്ടിൽ. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള റെക്കോർഡിങ് ആ ടൈപ്പ് ഇതിൽ കൂടുതൽ അത് ശ്രദ്ധിക്കും ആളുകൾ. വെരി ഗുഡ്, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു പോളിച്ച. സിസ്ലി? ക്രിസ്റ്റീന. ഹലോ. ഹായ്. ക്രിസ്റ്റീനയും ഏബലും നമ്മളുടെ ഫസ്റ്റ് എപ്പിസോഡ് നല്ല കളർഫുൾ ആക്കി കേട്ടോ, വിത്ത് യുവർ സോങ്സ്. ആൻഡ് നിങ്ങൾ തന്നെ നല്ല കളർഫുൾ ആക്കിയെന്ന് എനിക്ക് തോന്നി. നല്ല ബ്രൈറ്റ് ആയിട്ട് മോള് പ്രസൻറ്റ് ചെയ്തു. നമുക്ക് പാട്ടെടുക്കുമ്പോൾ ഫാസ്റ്റ് റൗണ്ടിൽ എടുത്താലും ചിലർ മെലഡി ആയിട്ട് പാടും, പക്ഷെ അങ്ങനെയല്ല, മോള് നല്ല ആ ഒരു എനർജി കൊടുത്ത് പാടി. ആൻഡ് മോളുടെ വോയിസിന് നല്ല ത്രോ ഉള്ള വോയിസാണ്. അപ്പോൾ അത് നല്ല ഗ്രേസ്ഫുൾ ആയിട്ട് പാടി. എനിക്ക് തോന്നിയത് ഇപ്പം നമ്മളിങ്ങനെ കുറേ ആക്ടിവിറ്റീസ് മോള് കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ഇട്ട് ആ ഇൻവോൾവ് ചെയ്ത് പാടുമ്പം ചിലപ്പം നമുക്കിങ്ങനെ പാട്ടൊക്കെ ഒന്ന് കൈവിട്ട് പോവും, ലിറിക്സ് മറന്നു പോവും, അങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആയി പോവും. പക്ഷെ അതൊന്നും ഉണ്ടാവാതെ എല്ലാം കൃത്യമായിട്ട് പാടി ആ പാട്ട് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തു കേട്ടോ. ഈ ഏജിൽ നിങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? എനിക്കതാണ് അതിശയം. നമ്മുടെ ഈ വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 2 ഞാനിരിക്കുമ്പോൾ അന്ന് പാടിയ സെറ്റ് ഓഫ് കുട്ടികൾ വേറെ കുട്ടികൾ, ഇപ്പം ഈ വർഷം വരുമ്പോൾ സീസൺ 3 വരുമ്പോൾ വേറെ സെറ്റ് ഓഫ് ഒരു ബഞ്ച് ഓഫ് കുട്ടികളെയാണ് കാണുന്നത്. അപ്പോൾ ഒരു അപ്ഗ്രഡേഷൻ ഉണ്ടാവുന്നുണ്ട് ഓരോ സീസൺ കഴിയുമ്പം. അത് നമുക്കിങ്ങനെ ഇരുന്ന് കാണാൻ തന്നെ ഒരു വളരെ ഭംഗിയാണ്. പക്ഷേ മോള് കുറച്ചും കൂടിയൊക്കെ ഫൈൻ ട്യൂണിങ്ങും ടെമ്പോ ഇച്ചിരിയും കൂടി കൃത്യമായിട്ടൊക്കെ പാടാനുണ്ട്. പക്ഷേ ഈ ഒരു ഫസ്റ്റ് റൗണ്ടിലെ ഫസ്റ്റ് സോങ് വെച്ച് നോക്കുമ്പോൾ വെൽ ഡൺ കേട്ടോ. ഈ എവിടെ പുരാതന ആ ഒരു ഭാഗം എവിടെയാണ് വരുന്നത്? അനുപല്ലവിയിലാണോ പുരാതന എന്നുള്ളൊരു വാക്ക് വരുന്നത്? ആ ഒരു ഭാഗം മാത്രം ഒന്ന് പാടിക്കേ. പുരാതന ധന ഇല്ല, പുരാതന വെറും ധന അല്ല കേട്ടോ. നിന്റെ പുരാതന നഷ്ടങ്ങളെല്ലാം. ഓക്കെ. അപ്പോൾ വാക്കുകൾ പറയുന്നതിലും കുറച്ചും കൂടി ഒന്ന് വാക്കുകൾ വ്യക്തമായിട്ട്, അതുപോലെ ടെമ്പോ കുറച്ചും കൂടി ഒന്ന് കൃത്യമായിട്ട് പാടാനുണ്ട്. ബട്ട് ഐ തിങ്ക് ഫോർ ദ ഫസ്റ്റ് റൗണ്ട് വെൽ ഡൺ കേട്ടോ. ഗോഡ് ബ്ലെസ് യു മോളെ.
താങ്ക് യു സിസ്ലി. മനോജേട്ടാ. ക്രിസ്റ്റീന, ഹലോ. മോള് നന്നായി പാടിട്ടോ. ഞാൻ ഇവിടെ ഇരുന്ന് മോള് പാടുന്നത് എൻജോയ് ചെയ്യായിരുന്നു. മോളൊരു ഇൻബോൺ ടാലൻറ്റ്, അതായത് ഒരു സംഗീതം ഉള്ളിലുണ്ട്. പക്ഷെ ചില പോർഷൻസ് എനിക്ക് എടുത്ത് പറയാൻ ഞാൻ കുറച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. അനുപല്ലവിയിലുണ്ടല്ലോ, നീയൊരു പുലരി, അതൊന്ന് പാടാവോ? നീയൊരു പുലരി വെളിച്ചം പോലെ പൊട്ടി വിരിഞ്ഞുയരും. ഓക്കെ ഇതാണ് ആ ഒരു പോർഷൻ ഇങ്ങനെ പുറത്ത് താഴോട്ട് വരുന്നത്. അത് വളരെ ഭംഗിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ എനിക്ക് ചില പോർഷൻസ് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, മോളുടെ അകത്ത് സംഗീതമുണ്ട്, പക്ഷെ പേടിച്ചിട്ടാണോ പാടുണ്ടായിരുന്നത്? ചെറിയൊരു പേടി ഉണ്ടായിരുന്നു തോന്നുന്നു. പ്രത്യേകിച്ച് ചങ്ക് ചക്ക് ചാപ്പ് പോർഷനൊക്കെ ഉണ്ടല്ലോ, അത് മോള് വീട്ടിൽ തനിച്ചാണ് ഇരിക്കുന്നത് വിചാരിക്കുക. അപ്പൊ നന്നായിട്ട് പാടില്ലേ? അതുപോലെയാണെന്ന് വിചാരിച്ചിട്ടൊന്ന് പാടി വയ്ക്കേ, നല്ല എനർജിയിൽ ആ ഒരു പോർഷൻ. കാരണം ആ ഒരു പോർഷനൊക്കെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റാണ്. ഓരോ പാട്ടിലും ഓരോ പോർഷൻസ് വരുമ്പോൾ വളരെ ഹൈലൈറ്റ് ആയിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ ഈ പാട്ട് ആ പോർഷൻ ഒന്നുകൂടെ പ്ലേ ചെയ്യാവോ? പക്ഷേ ഫുൾ എനർജിയിൽ വീട്ടിൽ തനിച്ചണ്ടിരിക്കുന്ന ആരും ഇല്ലെങ്കിൽ ആൾക്കാർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് പാടില്ലേ, ആ ഒരു രീതിയിലൊന്ന് പാടി വയ്ക്കേ. ചങ്ക് ചക്കിച്ച ചങ്ക് ചക്കിച്ച ചങ്ക് ചക്കിച്ച ചക്ക് ചങ്ക് ചക്കിച്ച. ഓക്കെ, ഗെറ്റിംഗ് ദെയർ. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവള് ഓരോ പോർഷൻസും ഇതുപോലെ തന്നെ നന്നായിട്ട്, ഇതൊരു എനർജറ്റിക് സോങ് ആണത്, മനസ്സിലായോ? അപ്പോൾ ആ ഒരു എനർജിയിൽ വേണം പാടാനായിട്ട്. നല്ല ടാലൻ്റ് ഉണ്ട് ക്രിസ്റ്റീനയ്ക്ക്. ദിവസം പാടിയിട്ടാണ് അത് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നല്ല ഫ്യൂച്ചർ ഉണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു മനോജേട്ടാ. സന്തോഷായോ? മോൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണമെന്നുണ്ടോ? ഇല്ല, സംശയങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മോൾക്ക് എത്ര മാർക്കാണ് ലഭിച്ചിരിക്കുന്നതെന്നാണ് നോക്കാൻ പോണത്. 30 അവര് ജഡ്ജസ് മാർക്ക് ഇടാൻ പോണത്. ഓരോരുത്തരും ഓൺ 10 മോൾക്ക് എത്ര മാർക്ക് കിട്ടും എന്നാണ് വിചാരിക്കുന്നത് ക്രിസ്റ്റീന? 30 അസ്യൂം ചെയ്ത് എത്ര കിട്ടുമായിരിക്കും? അറിയില്ല. എന്നാലും ഒന്ന് ആഗ്രഹിക്കൂ, എത്ര വേണം നമ്മളുടെ ആഗ്രഹം? 24. അത്ര മതിയോ? 6 മാർക്സ് ഞങ്ങൾക്ക് തന്നിട്ട് പോവാണോ? അതൊന്നുമില്ല, ആഗ്രഹിക്കുമ്പോൾ നമുക്ക് 30 തന്നെ ആഗ്രഹിക്കാം. 24 എന്നൊക്കെ ജഡ്ജസ് കേട്ട് അവർ അതനുസരിച്ച് തരുള്ളൂ. ക്രിസ്റ്റീന നന്നായി പാടി. ഇനിയും പല റൗണ്ടുകൾ പോകാനുണ്ടല്ലോ. ഒരു തുടക്കം എന്നുള്ള രീതിയിൽ 8 മാർക്ക്. 8 മാർക്സ് 8 on 10 കിട്ടിയിട്ടുണ്ട്. മനോജേട്ടാ, ഇതുപോലെ തന്നെ നന്നായി കോൺഫിഡൻ്റ് ആയിട്ടൊക്കെ ഒന്ന് പാടാനൊക്കെ ആയിട്ട് അച്ഛൻ കൊടുത്ത മാർക്കിൽ നിന്ന് 1/2 മാർക്ക് കുറച്ചിട്ടുണ്ട്. അത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അടുത്ത റൗണ്ടിൽ നന്നായി പാടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, 7.5. 7.5 മാർക്സ്. സിസ്ലി 7.5. സെയിം. അപ്പോ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് ഏബലിന് ലഭിച്ച പോലെ തന്നെ മോൾക്കും സെയിം 23 മാർക്സ് ആണ് 30 ലഭിച്ചിരിക്കുന്നത്. പക്ഷേ മോള് നമ്മുടെ പ്രേക്ഷകരുടെ അടുത്തൊന്ന് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോൾക്ക് 1 അല്ലെങ്കിൽ 2 മാർക്സും കൂടെ എക്സ്ട്രാ കിട്ടും. അതെങ്ങനെയാണെന്ന് അറിയോ? മോള് ഫോൺ യൂട്യൂബ് ഒക്കെ യൂസ് ചെയ്യണതല്ലേ, ഒക്കെ അറിയാലോ എങ്ങനെയാണെന്ന്. അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാം യൂട്യൂബിൽ വരുമ്പോ മോളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യണം. ഓക്കെ, എന്നിട്ട് അവരുടെ അടുത്ത് പറയണം മോളുടെ പാട്ട് കാണണം, എന്നിട്ട് അവരുടെ അടുത്തും ഇത് ഷെയർ ചെയ്യാൻ പറയാ. അങ്ങനെ മോൾ ഇത് ഷെയർ ചെയ്ത് നമ്മുടെ ഇപ്പൊ പ്രേക്ഷകരെ കണ്ടോണ്ടിരിക്കുന്നവരുണ്ടല്ലോ, മോൾ അവരുടെ അടുത്തും റിക്വസ്റ്റ് ചെയ്യണം ഷെയർ ചെയ്യാനായിട്ട്. അങ്ങനെ അതൊരു 5,000 to 10,000 ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ മോൾക്ക് 1 ഗ്രേസ് മാർക്ക് കിട്ടും. 10,000 എബവ് ആൾക്കാർ മോളുടെ പാട്ട് കണ്ടു കഴിഞ്ഞാൽ മോൾക്ക് 2 ഗ്രേസ് മാർക്ക് എക്സ്ട്രാ കിട്ടും. അപ്പൊ 23 എന്നുള്ളത് മോൾക്ക് 25 മാർക്സ് ആവും. ഓക്കെ, അപ്പൊ മോള് നമ്മുടെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവരോടും വേണ്ടിയിട്ട് എന്റെ ഈ പാട്ട് കേട്ട് എന്റെ ഈ പാട്ട് നിങ്ങൾ കണ്ടിട്ട് ഷെയർ ചെയ്യണേന്നൊന്ന് റിക്വസ്റ്റ് ചെയ്യും. എന്റെ ഈ പാട്ട് കേട്ട് എല്ലാവരും ഷെയർ ചെയ്യണം. താങ്ക് യു. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3 ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ ഈ ഒരു ഫസ്റ്റ് ഇനോഗ്രൽ എപ്പിസോഡിൽ നമ്മൾ കേട്ട 2 കുട്ടികളുടെ പാട്ട് എന്ത് രസമായിരുന്നു അല്ലേ? ഒരു കുട്ടി നല്ല മെലോഡിയസ് ആയിട്ടുള്ള രീതിയിൽ പാടിയപ്പോൾ മറ്റൊരു കുട്ടി വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ വേറെ തന്നെ ഒരു ഫീലിലേക്ക് അവൾക്ക് കൊണ്ടുപോകാൻ സാധിച്ചു.
ഇനിയും നിങ്ങൾ കാത്തിരിക്കേണ്ടത് ഇതേപോലത്തെ എത്രയോ നല്ല കഴിവുള്ള കുട്ടികളാണ് പല സ്ഥലത്തു നിന്നുമായിട്ട് ഇവിടെ മത്സരിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് എന്നറിയാമോ? അവരുടെയൊക്കെ ആ ഒരു എനർജി കാണണം. നമുക്ക് കാത്തിരിക്കാം. വോയിസ് ഓഫ് ഗുഡ്നസിന്റെ സീസൺ 3യുടെ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ. സംഗീത സാന്ദ്രമയം ഗാനാലാപനങ്ങളാൽ സ്തുതിഗീതികൾ പാടിടാഘോഷങ്ങളാൽ സകലേശനെ വാഴ്ത്തിടാം. വായു പോകാം പാടാം മേടാം, വായു പോകാം പാടാം മേടാം, നന്മയുടെ സമ്മാനം, നന്മയുടെ സ്വരമാ